ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു സജ്മീസ് എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 1.5 kg വെയിറ്റ് വരുന്ന ഒരു 2 ടയർ വാനില കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വാനില സ്പോഞ്ചിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അത് ഞാൻ 1 kg ബാറ്റർ യൂസ് ചെയ്തിട്ട് 8 ഇഞ്ച് പാനിൽ കേക്ക് ബേക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ 1/2 kg ബാറ്റർ കൊണ്ട് 6 ഇഞ്ച് പാനിലും ബേക്ക് ചെയ്തു. അപ്പോൾ ചൂടൊക്കെ ആറിയ ശേഷം ഞാൻ 3 ലെയറായിട്ട് 2 കേക്കും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളിലേക്ക് ഞാൻ 1.25 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം, സ്റ്റിഫായിട്ട് തന്നെ വരെ. അപ്പോൾ മധുരം നിങ്ങൾക്ക് കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡോ അല്ലെങ്കിൽ പൊടിച്ച പഞ്ചസാരയോ ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ക്രീം ഞാൻ 2 ബാച്ചായിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ ഐസിങ്ങിനും ക്രം കോട്ടിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ലാസ്റ്റ് ലെയർ ഫ്രോസ്റ്റിങ് ചെയ്യാനായിട്ട് കളർ ആഡ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ സമയത്ത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ ക്രീം ഏകദേശം ഇവിടെ ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്പാച്ചുല യൂസ് ചെയ്തിട്ട് നോക്കാം. സ്പാച്ചുലയിൽ ക്രീം എടുത്ത് താഴത്തോട്ട് ഇങ്ങനെ നോക്കിയാൽ വീഴണമെങ്കിൽ ക്രീം നന്നായിട്ട് ബീറ്റായിട്ടുണ്ട്. ഇപ്പോൾ ക്രീം ഇപ്പോൾ റെഡിയായി. നമുക്ക് കേക്ക് അസംബിൾ ചെയ്യാം. അപ്പോൾ ഒരു ടേൺ ടേബിളിൻ്റെ മുകളിൽ കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെറ്റ് ചെയ്ത് കൊടുക്കാം. വെറ്റ് ചെയ്യാൻ വേണ്ടി ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന പോലെ തന്നെ മിൽക്ക് മെയ്ഡിൻ്റെ മിക്സാണ് എടുത്തിട്ടുള്ളത്. 1.5 കപ്പ് തിളപ്പിച്ചാറിയ വെള്ളത്തിലേക്ക് 3/4 കപ്പ് മിൽക്ക് മെയ്ഡും 3/4 കപ്പ് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടാണ് വെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. കേക്ക് ഫുള്ളായിട്ട് വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ക്രീം ഇടാം. എന്നിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ സെക്കൻഡ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സെയിം പ്രോസസ്സ് തന്നെ ചെയ്യാം. വെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ക്രീം ഇട്ട് സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വാനില കേക്ക് ആയതുകൊണ്ടാണ് ഫില്ലിങ്സ് ഒന്നും ഇല്ലാത്തത്. ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് തേർഡ് ലെയർ വെച്ചിട്ട് വെറ്റ് ചെയ്തിട്ട് ക്രീം ഇട്ടിട്ട് ക്രം കോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഇവിടെ ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ആ സമയത്ത് നമുക്ക് മുകളിലത്തെ ടയറും കൂടി അസംബിൾ ചെയ്തിട്ടെടുക്കാം. അങ്ങനെ മുകളിലത്തെ ടയർ ഞാനിവിടെ ക്രം കോട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതും ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അതിനുശേഷം നമുക്ക് ഫ്രോസ്റ്റിങ്ങിനായിട്ടുള്ള ക്രീം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കുറച്ച് ക്രീം എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്കൊന്ന് സ്റ്റിഫായിട്ട് വരുമ്പോൾ ഞാനിതിലേക്ക് ഷുഗറിൻ്റെ ഗ്രീൻ കളറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യമേ കുറേശ്ശായിട്ട് ആഡ് ചെയ്ത് നമുക്ക് എന്തോരം കളർ വേണോ അങ്ങനെ കുറേശ്ശായിട്ട് ആഡ് ചെയ്തിട്ട് ഒറ്റയടിക്ക് തന്നെ കുറേ കളർ ആഡ് ചെയ്യണ്ട. നമുക്ക് നോക്കാം എന്തോരം വേണ്ടി വരുമെന്ന്. അപ്പോൾ ആദ്യം കുറച്ച് 3-4 ഡ്രോപ്സ് ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വേണമെങ്കിൽ പിന്നെ ആഡ് ചെയ്യാം. അങ്ങനെ 2-3 പ്രാവശ്യം അതുപോലെ കളർ ആഡ് ചെയ്തിട്ട് ഇതേ ഒരു കളർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ഗ്രീൻ കളർ കിട്ടിയിട്ടുണ്ട്. അധികം ഡാർക്കും അല്ല എന്നാൽ അധികം ലൈറ്റും അല്ല. ഇനി നമുക്കിത് കേക്കിലേക്ക് അപ്ലൈ ചെയ്തിട്ട് ഫ്രോസ്റ്റിങ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ കേക്കിൽ ഫ്രോസ്റ്റിങ് കഴിഞ്ഞിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കില്ലേ, അതിനെ നോക്കുമ്പോൾ നമ്മുടെ ഈ കളർ നന്നായിട്ട് ഡാർക്കായിട്ടുണ്ടാവും. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ കുറച്ചുകൂടി ഡാർക്കാവും. ഇനി നമുക്ക് ഞാനിപ്പോൾ അടിത്ത ടയർ എടുത്തിട്ടുണ്ട്. ഇതിൽ ഫുള്ളായിട്ട് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. നല്ല നീറ്റായിട്ട് തന്നെ ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. ടോപ്പിലും സൈഡിലൊക്കെ ക്രീം നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫുള്ളായിട്ട് നീറ്റായിട്ട് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ക്രം കോട്ട് നന്നായിട്ട് സെറ്റായിട്ട് വേണം ഈ ലാസ്റ്റ് ലെയർ ഫ്രോസ്റ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ പാലറ്റ് നൈഫ് ഈ ക്രം കോട്ടിൽ ടച്ച് ചെയ്യാനും പാടില്ല. അപ്പോൾ അതൊക്കെ സൂക്ഷിച്ചിട്ട് നന്നായിട്ട് നീറ്റായിട്ട് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. ആദ്യം ഞാൻ ഈ നമ്മുടെ സ്ക്രേപ്പർ ഉണ്ടല്ലോ അത് യൂസ് ചെയ്തിട്ട് സൈഡൊക്കെ ഒന്ന് നീറ്റാക്കിയിട്ട് അതിന് ശേഷം ടോപ്പ് ഭാഗത്ത്
പാലറ്റ് നൈഫ് യൂസ് ചെയ്തിട്ടാണ് നീറ്റ് ചെയ്തെടുക്കാറുള്ളത്. ഇപ്പോൾ ഓരോരുത്തരുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ടൂൾ അനുസരിച്ചിട്ട് നമുക്ക് നീറ്റാക്കി എടുക്കാം. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ പാലറ്റ് നൈഫ് യൂസ് ചെയ്തിട്ടാണ് സൈഡൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനേക്കാൾ എനിക്ക് കൂടുതലും കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ സ്ക്രൈപ്പർ വെച്ച് ചെയ്യുമ്പോഴാണ് കേട്ടോ. പിന്നെ ഈ കാർഡ്സൊക്കെ യൂസ് ചെയ്തിട്ട് ഫിനിഷാക്കി എടുക്കാൻ കണ്ടിട്ടുണ്ട്, നമ്മുടെ ഈ ATM കാർഡൊക്കെ പോലത്തെ കാർഡ്സ് യൂസ് ചെയ്തിട്ടൊക്കെ. ഇനി ടോപ്പിൽ നിൽക്കുന്നത് പാലറ്റ് നൈഫ് യൂസ് ചെയ്തിട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഓരോ പ്രാവശ്യം ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് മാറ്റുമ്പോഴും ക്രീം ഒന്ന് തുടക്കുക, എന്നിട്ട് വേണം വീണ്ടും സ്വൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫ്രോസ്റ്റിംഗ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് മുകളിലത്തെ ടയറും ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ ഇതും ഫ്രോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. കേക്ക് നമ്മൾ സ്റ്റാക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് സെറ്റായിട്ട് വേണം നമ്മൾ സ്റ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഓവർനൈറ്റ് വെക്കുക, അല്ലെങ്കിൽ ഒരു മിനിമം 3 മണിക്കൂറെങ്കിലും വെക്കുക. കേക്ക് നന്നായിട്ട് സെറ്റായിട്ട് വേണം സ്റ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ കൊണ്ടാണ് നമ്മൾ കേക്ക് എടുത്ത് വെക്കുമ്പോൾ മര്യാദക്ക് വരാത്തതും പിന്നെ കേക്ക് വെച്ചാൽ ഇടിഞ്ഞു പോകുന്നതിനുള്ള കാരണം. അപ്പോൾ സ്റ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സ്ക്യൂവർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം കേക്കിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്തിട്ട് ക്രീം എന്തോരം വന്നിട്ട് അവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് ഉള്ളിലോട്ട് ഇങ്ങനെ 4 വെച്ച് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നടുക്കും ഒരെണ്ണം മറ്റേ കേക്കിൻ്റെ അളവും എടുത്തിട്ട് ആ കേക്ക് ആ സ്ക്യൂവറിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മുന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്, 2 ടയർ കേക്കിൻ്റെയിലൊക്കെ. അപ്പോൾ അതൊക്കെ കാണാത്തവരാണെങ്കിൽ പോയി കാണും കേട്ടോ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലത്തെ ടയർ കേക്കിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ അതൊന്ന് വെടിപ്പിച്ചെടുക്കുക. ആ ബേസിൽ നിന്ന് നമ്മുടെ കേക്കൊന്ന് അടർത്തിയെടുക്കുക. അതിനുശേഷം ഞാനിവിടെ സെറേറ്റർ നൈഫും പാലറ്റ് നൈഫും ഇങ്ങനെ അപ്പുറപ്പുറമായിട്ട് പിടിച്ചിട്ട് എന്നിട്ട് ബാലൻസ് ചെയ്തിട്ട് മുകളിലോട്ട് അങ്ങ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. വെച്ച് കൊടുക്കുമ്പോൾ കറക്റ്റ് നടുക്കായിട്ട് തന്നെ വെച്ച് കൊടുക്കാൻ വേണ്ടി നോക്കുക. എന്നിട്ട് പയ്യെ ഇങ്ങനെ താഴ്ത്തിട്ട് കൊടുത്താൽ മതി. അപ്പോൾ 2 കേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ആ സെറേറ്റർ നൈഫും പാലറ്റ് നൈഫും പയ്യെ ഇങ്ങനെ വലിച്ചെടുക്കാം. ധൃതിയൊന്നും പിടിക്കണ്ട, പയ്യെ പയ്യെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ എന്തായാലും ചെയ്യുമ്പോൾ ക്രീം ഇങ്ങനെ മര്യാദക്ക് അല്ലാണ്ട് വരും ആ സൈഡിലൊക്കെ. അവിടെ കുഴപ്പമില്ല, നമ്മൾ എന്തെങ്കിലും ഡിസൈനൊക്കെ ചെയ്തിട്ട് അത് മറിച്ചാൽ മതി. അപ്പോൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1mm ഈ നോസൽ എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഷെഫ് മാസ്റ്ററിൻ്റെ റോയൽ ബ്ലൂ കളർ ആഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിതൊരു പൈപ്പിംഗ് ബാഗിലോട്ട് ആക്കിയ ശേഷം കേക്കിനെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കേക്ക് സ്റ്റാക്ക് ചെയ്തില്ല, അപ്പോൾ അവിടെ 2 കേക്കും ചേർന്ന ആ മിഡിലായിട്ട് നമുക്ക് റോസറ്റെ പോലെ വരച്ചു കൊടുക്കാം. റോസറ്റൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ ക്രീം നന്നായിട്ട് സ്റ്റിഫായിട്ടുണ്ടാവണം. നമ്മൾ വരയ്ക്കുന്ന റോസറ്റൊക്കെ ഒരേ ഡയറക്ഷനിലേക്ക് വേണം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു റോസറ്റ് അങ്ങനെ ഒരു റോസറ്റ് ഇങ്ങനെയൊക്കെ ചെയ്താൽ ഭംഗി ഉണ്ടാവില്ല. പിന്നെ ഓവർലാപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് വരച്ചു കൊടുക്കാം, അതും കുറച്ചുകൂടി ഭംഗി ഉണ്ടാകും. അതായത് ഒരു റോസറ്റേൻ്റെ എൻഡിൽ അടുത്ത റോസറ്റ് വരുന്ന രീതിയിൽ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് വരയ്ക്കുമ്പോൾ കുറച്ചുകൂടി ഭംഗി ഉണ്ടാകും. ഇനി ബോർഡറിലൂടെ ചെയ്ത് കൊടുക്കാം. അത് ഇങ്ങനെ ചെറിയൊരു കർവ് എന്ന രീതിയിലാണ് ചെയ്യുന്നത്. നമ്മൾ യൂഷ്വലി ചെയ്യുന്ന ഡിസൈൻ തന്നെയാണ്. അതും ഇങ്ങനെ ഓവർലാപ്പ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി കുറച്ച് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തിട്ട് അതിലേക്ക് 3-4 ഡ്രോപ്സ് ഓറഞ്ച് ജെൽ ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മതി. ഈ ഒരു ഓറഞ്ച് ലൈറ്റ് ഒരു ഓറഞ്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്കിത് ഈ ഒരു നോസിൽ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ പൈപ്പിംഗ് ബാഗിലോട്ട് ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെ ഡോട്ടായിട്ട് നമുക്ക് കേക്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ കേക്ക് കസ്റ്റമൈസ്ഡ് കേക്കാണ് കേട്ടോ. എൻ്റെ കസിൻ്റെ മോളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൾ പറഞ്ഞ ഒരു ഡിസൈനും പിന്നെ കളർ കോമ്പിനേഷനൊക്കെ പുള്ളിക്കാരത്തിയുടെ ഐഡിയ തന്നെയാണ്. അപ്പോൾ ഞാൻ അതുപോലെ ചെയ്തതെന്നേ ഉള്ളൂ. അപ്പോൾ അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ആദ്യം കണ്ടപ്പോൾ ഞാൻ കളറൊക്കെ പറഞ്ഞപ്പോൾ കുറച്ച് ഇടിവെറ്റ് കളർ ആവില്ലേ എന്നൊക്കെ ചോദിച്ചു ഞാൻ. അപ്പോൾ അവൾ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ ഓവറോൾ ലുക്ക് വന്നപ്പോഴത്തേക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ നമ്മളുടെ സന്തോഷം.
ഇനി മുകളിൽ റോസറ്റയും കൂടി വരച്ചു കൊടുക്കാനുണ്ട്. ശരിക്കും മുകളിൽ റിസൈൻ ഒന്നും അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മുകളിലൊരു ഡോൾ വെക്കാനായിരുന്നു പ്ലാന്. പിന്നെ ഞാൻ ഫോട്ടോ വെച്ചെടുത്തപ്പോൾ അവൾ പറഞ്ഞു മുകളിൽ ഇങ്ങനെ പ്ലെയിനായിട്ട് കിടക്കുമ്പോൾ എന്തോ പോലെ, അപ്പോൾ അവിടെ റോസറ്റയും കൂടി വരച്ച് ഫില്ല് ചെയ്തോളാൻ പറഞ്ഞ്. അപ്പോൾ ഡോള് പുള്ളിക്കാരി ഓൾറെഡി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ വെച്ചിട്ട് കേക്ക് കട്ട് ചെയ്യാനാണ് പ്ലാൻ. അപ്പോൾ ഞാൻ വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഒരു ഡോൾ വെച്ചിട്ടുള്ള കേക്കിൻ്റെ പിക്ക് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇവിടെ ഫോണ്ടൻ ലെറ്റേഴ്സ് ചെയ്തിട്ടുണ്ട്. ഫോണ്ടൻ ലെറ്റർ കട്ടർ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ ചെയ്യുന്ന വീഡിയോ മുന്നേക്ക് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ പ്രീവിയസ് വീഡിയോ ഒക്കെ ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി സൈഡിലൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്. ഞാനപ്പോൾ ബീഡ്സും, അതായത് ഷുഗർ ബോൾസ്, ഗോൾഡൻ ഷുഗർ ബോൾസും പിന്നെ സ്പ്രിങ്കിൾസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ടോപ്പിലൊക്കെ ആയിട്ട്, സൈഡിലൊക്കെ ആയിട്ട്. പിന്നെ നമ്മുടെ കേക്ക് പോപ്സിൻ്റെയും ഓർഡർ ഉണ്ടായിട്ട് കേട്ടോ. അപ്പോൾ അതും വെച്ചിട്ടുണ്ട്. കേക്ക് പോപ്സിൻ്റെയൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ ലിങ്ക് കൊടുക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കണേ. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇന്നത്തെ കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാം കേട്ടോ. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.